നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, മാറാരോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനിലുടനീളമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങിയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയാണ് പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ വായ്പ നൽകുന്നത്. ഇതിനു പുറമെ UAE, അമേരിക്ക, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെയും പാകിസ്ഥാൻ ആശ്രയിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഏജൻസിയായ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF-ൽ നിന്നെല്ലാം കടമെടുത്തിട്ടുണ്ട്. IMF-നെയും താണ്ടി പാകിസ്ഥാൻ കടം വാങ്ങിക്കൂട്ടാൻ നെട്ടോട്ടമോടുന്ന കാഴ്ച ലോകം കണ്ടതാണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ കുതിക്കുകയാണെന്ന് തന്നെ പറയണം. രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലെ വിദേശ നിക്ഷേപങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് രാജ്യങ്ങളെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇംഗ്ലണ്ടും UAE-യും അമേരിക്കയുമാണ് $1 ബില്യൺ നിക്ഷേപങ്ങൾ ഒറ്റയടിക്ക് പാകിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമേൽ 29% ഇറക്കുമതി തീരുവ കൂടി ചുമത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളായിട്ടുണ്ട്. അമേരിക്കയുടെ തീരുമാനം ശരിക്കും പാകിസ്ഥാൻ ഇരുട്ടടിയായി മാറിയെന്ന് തന്നെ പറയണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് രാജ്യത്തിന് $1.163 ബില്യൺ വിദേശ നിക്ഷേപം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ $1.121 ബില്യൺ 2024 ജൂലൈ 1-നും 2025 മാർച്ച് 14-നും ഇടയിൽ പിൻവലിക്കപ്പെട്ടു. വെറും $42 മില്യൺ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ $710 മില്യൺ നിക്ഷേപിച്ച ഇംഗ്ലണ്ട് $625 മില്യൺ പിൻവലിച്ചപ്പോൾ UAE-യും അമേരിക്കയും യഥാക്രമം $205 മില്യൺ $130 മില്യൺ പിൻവലിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. ഓരോ വർഷവും പാകിസ്ഥാനുമേൽ അധിക ബാധ്യതയായി $25 ബില്യൺ ബാഹ്യകടം കുമിഞ്ഞു കൂടുകയാണെന്നാണ് വിവരം. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന രാജ്യം IMF-ൽ നിന്നും ധനസഹായം തേടുന്നതിനൊപ്പം ചൈന, UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി കടമെടുപ്പിനുള്ള സാധ്യതകൾക്ക് ശ്രമിക്കുകയാണ് എന്നും വിവരമുണ്ട്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയും കുറഞ്ഞ വളർച്ചാ നിരക്കുമാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇടയ്ക്ക് പാകിസ്ഥാനിൽ സ്വർണം കുഴിച്ചെടുക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക് ജില്ലയിൽ സിന്ധു നദിക്കടിയിൽ വൻ സ്വർണശേഖരം കണ്ടെത്തിയെന്നാണ് പറയുന്നത്. നദിക്കടിയിൽ കണ്ടെത്തിയ സ്വർണശേഖരത്തിന്റെ ഏകദേശ മൂല്യം ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 80,000 കോടി രൂപയോളം വരുമെന്നാണ് കണക്കുകൾ. സ്വർണം കണ്ടെത്തിയെന്ന വാർത്ത വന്നിരുന്നെങ്കിലും പാകിസ്ഥാന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് അറിയുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം, ഇത് പൂർണ്ണമായി ഖനനം ചെയ്തെടുക്കാൻ പാകിസ്ഥാന് ധാരാളം സാമ്പത്തികം വേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഒട്ടും നടക്കുന്ന കാര്യമല്ല. നദിയിൽ കിടക്കുന്ന സ്വർണം ഖനനം ചെയ്യാൻ പാകിസ്ഥാന് ലോകരാജ്യങ്ങളുടെ കൂടി സഹായം തേടേണ്ടി വരുമെന്നാണ് പറയുന്നത്. സാമ്പത്തികമായി നല്ല ചിലവുള്ള കാര്യമായതിനാൽ ലോകരാജ്യങ്ങളില്ലെങ്കിൽ പാകിസ്ഥാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വേണം പാകിസ്ഥാൻ നദിക്കടിയിൽ കിടക്കുന്ന സ്വർണം ഖനനം ചെയ്യാൻ. എന്തായാലും ഇപ്പം UAE മറ്റു ലോകരാജ്യങ്ങളും പാകിസ്ഥാന് കൊടുത്തത് വലിയ തിരിച്ചടി തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.